ശ്രീ വിഷ്ണുപുരൻ ചന്ദ്രശേഖരൻ, പാലാ ബിഷപ്പാണ് നാർക്കോട്ടിക് ജിഹാദ് എന്ന പദം നമ്മുടെ മുന്നാകെ വയ്ക്കുന്നത്. അതിനെതിരെ വലിയ വിമർശനം അദ്ദേഹത്തിന് നേരിടേണ്ടതായി വന്നു. ഇവിടെ ഇടത് വലത് മുന്നണികൾ അദ്ദേഹത്തെ വളഞ്ഞിട്ടാക്രമിക്കുന്ന സ്ഥിതി വന്നു. ഇപ്പോൾ ഇന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ വാക്കുകളിലും അതേ രാഷ്ട്രീയം തന്നെയാണ് അദ്ദേഹം പ്രകടമാക്കിയത്. നോക്കൂ, ഈ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ ഒരു കണക്കനുസരിച്ച് 2024 പിടിച്ചെടുക്കുന്നത് 25,330 കോടി രൂപയുടെ ഡ്രഗ്സ് ആണ്. കഴിഞ്ഞ വർഷം, അതായത് 2023 നോക്കുമ്പോൾ 16,100 കോടി രൂപയുടെ ഡ്രഗ്സ് മാത്രം പിടിച്ചെടുക്കുന്നു. അതായത് മുൻ വർഷത്തെ അപേക്ഷിച്ച് 55% വർധനവ് ഈ മയക്കുമരുന്ന് വേട്ടയുടെ കാര്യത്തിൽ ഉണ്ടാവുകയാണ്. അതായത് ഇന്ത്യയുടെ യുവത്വത്തെ, അവരുടെ സിരകളെ നശിപ്പിക്കാൻ പാകത്തിൽ വൻതോതിൽ ഭാരതത്തിലേക്ക് ഇങ്ങനെ മയക്കുമരുന്ന് അനുസ്യൂതം കടന്നു വരികയാണ്. നമ്മുടെ കുടുംബങ്ങളെയൊക്കെ അങ്ങേയറ്റം ബാധിക്കുന്ന രീതിയിൽ ഒരു പുരോഗമനാത്മക സമൂഹം സ്വപ്നം കണ്ടു നീങ്ങുന്ന ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇത് എത്രമാത്രം വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്? ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അങ്ങയുടെ വിശകലനം. അല്ല, ഇത് എല്ലാവരും ഒന്നിച്ച് മുന്നോട്ട് വന്ന് ഇത് പ്രതിരോധിക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത് നമ്മുടെ രാജ്യത്തിന് തന്നെ ബാധിക്കുന്ന രീതിയിലാണ്. ഇപ്പോൾ ചെറിയ തുകയ്ക്ക് ഈ പറയുന്ന ലഹരി വസ്തുക്കളൊക്കെ കൊണ്ട് പെട്ടെന്ന് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം വളരെ കൂടുതൽ വിദ്യാർത്ഥികളിലൊക്കെ വന്നിരിക്കുന്നു. നമുക്ക് ഇതിനെ തടയണമെങ്കിൽ ഇപ്പം വ്യവസ്ഥിതി വലുതായിട്ട് മാറിയിട്ട് കൊണ്ടൊന്നും അല്ല, മനസ്ഥിതിയും കൂടി മാറണം. ഈ മനസ്ഥിതി മാറണമെങ്കിലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ ആ ഗുരുക്കന്മാർക്ക് ആ നഷ്ടപ്പെട്ട വടി തിരിച്ചു കൊടുക്കണം. ആ വടി, ചെറിയ കാര്യം. ഒരു കുട്ടിയെ, എൻ്റെ നാട്ടിൽ ഞങ്ങളൊക്കെ കാലഘട്ടത്തിൽ ഒരു കേശവൻ നായർ സാർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഒരു വടിയും കൊണ്ട് നടക്കും, ആരെയും അടിക്കണ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എല്ലാവരും അത് ഭയപ്പെടും. എൻ്റെ നാട്ടിൽ തന്നെ വേറൊരു കൃഷ്ണനാടാർ സാർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹം ഒരു കിഴുക്ക് കൊടുക്കും ഈ കയ്യിൽ. ഇപ്പോഴാരെങ്കിലും കിഴുക്കി കഴിഞ്ഞാൽ രാവിലെ വിദ്യാർത്ഥി സംഘടനയൊക്കെ ബഹളമാവും, രക്ഷാകർത്താവ് ബഹളമാവും, അദ്ദേഹത്തിനെ ജയിലിലാക്കാൻ. ബാലാവകാശ കമ്മീഷൻ, ഒരുപാട് കമ്മീഷനൊക്കെ ഉണ്ട് കേരളത്തിൽ. ഇതൊന്നും ഈ സമൂഹത്തിനെ ഉയർത്താൻ പറ്റുന്ന രീതിയിൽ ഒരു കമ്മീഷനും ഇവിടെ ഇല്ല എന്നുള്ളതാണ്. നമുക്ക് തന്നെ ഇത് ഒന്ന് ചിന്തിച്ചാൽ, നമുക്കിത് മാറ്റണമെന്നൊന്ന് ചിന്തിച്ചാൽ 1-2 ചെറിയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താം. ഇപ്പോൾ PSC ടെസ്റ്റ് വരുന്ന സമയത്ത് എന്തുകൊണ്ടൊരു വൈദ്യ പരിശോധന സർട്ടിഫിക്കറ്റ് ചോദിച്ചുകൂടാ? അതുപോലെ തന്നെ പാസ്പോർട്ട് എടുക്കുമ്പോൾ എന്തുകൊണ്ടത് ചോദിച്ചുകൂടാ? അതുപോലെ തന്നെ മുദ്രാ ലോൺ മുതലുള്ള ലോണുകൾ, ഈ കള്ളുകുടിയൻ ലോൺ എടുത്ത് അടയ്ക്കില്ല. എന്തുകൊണ്ട് അത്തരത്തിൽ ഒരു സർട്ടിഫിക്കറ്റ്, അത് ഇവിടുത്തെ സർട്ടിഫിക്കറ്റ് പോടാ, മിലിറ്ററി ഹോസ്പിറ്റലിലെ സർട്ടിഫിക്കറ്റ് വേണം. കേന്ദ്രം അതിൽ ഇടപെടണം. കേന്ദ്രത്തിൻ്റെ ഈ ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ വേണ്ടി വന്നാൽ വർഷം പുതുക്കണം. പ്രൊമോഷൻ ആണെങ്കിലും പുതുക്കണമെന്ന് പറഞ്ഞാൽ 50% കുട്ടികൾ +2 പഠിക്കുമ്പോൾ ഈ സർട്ടിഫിക്കറ്റ് വേണം. വർഷം ഓരോ വർഷവും സർട്ടിഫിക്കറ്റ് വേണം എന്നൊരു തീരുമാനമെടുത്താൽ 50% പുറകോട്ട് പോകും. അത് കഴിഞ്ഞാൽ പോലീസിൻ്റെ നടപടി. പോലീസ് ഇന്നലെ ഉണർന്ന് പ്രവർത്തിച്ചപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് എത്രയോ ആളുകളെ പിടിക്കാൻ കഴിഞ്ഞു. MDMA എന്ന് പറയുന്ന സാധനം എത്രയോ സ്ഥലത്തുനിന്ന് പിടിച്ചു. അപ്പോൾ ഒരു ദിവസം പോലീസ് വിചാരിച്ചപ്പോൾ കേരളത്തിൽ 10,000-3000 സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ കണ്ടെത്താൻ കഴിഞ്ഞെങ്കിൽ ഒരു മാസവും ഒരു അക്ഷീണ പരിശ്രമം നടത്തിക്കൂടെ ഈ പോലീസിന്? ആ പോലീസിൻ്റെ ആ ജാഗ്രത കുറവ് നമുക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ ഒക്കില്ല. ജാഗ്രത കുറവ് തന്നെ ഉണ്ട്. ഈ ഓരോ സ്ഥലത്തെ സ്കൂൾ കോളേജ് പരിസരങ്ങളിലും ഒക്കെ അതിനകത്ത് പോലീസിൻ്റെ സംവിധാനം ചലിക്കണ്ടേ? ആരെങ്കിലും കൊണ്ടു കൊടുക്കണേ, അവനെ കണ്ടുപിടിക്കണ്ടേ? അതിനകത്തുള്ള വിദ്യാർത്ഥി സംഘടന, ഏത് തന്നെ സംഘടനയായാലും അവരും ഇതിൽ ഉണർന്ന് പ്രവർത്തിക്കണ്ടേ? ഹെഡ് മാസ്റ്ററും അധ്യാപകരും എല്ലാവരും ഒന്നിച്ച് രക്ഷകർത്താക്കളും ഒക്കെ ആയാൽ ഒരു സ്കൂളിലും ഒരു കോളേജിലും ഒന്നും ലഹരി ഉണ്ടാവില്ല. റോട്ടിൽ ഓടി നടന്ന് ഇപ്പം സ്വിഗ്ഗിയൊക്കെ ഭക്ഷണം കൊണ്ടു കൊടുക്കുമ്പോൾ പോലെ കഞ്ചാവും ഈ ലഹരി പദാർത്ഥമൊക്കെ ഓരോ തെങ്ങിൻ്റെ മൂട്ടിലും ഓരോ പോസ്റ്റിൻ്റെ മൂട്ടിലും ഒക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുത്തിട്ട് കൊടുക്കുന്ന ഇത് പോലീസിന് കണ്ടുകൂടെ? പോലീസിൻ്റെ ഇഷ്ടം പോലെ ജീപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കീറിപ്പായുമ്പോൾ വെറും ഹെൽമെറ്റിൻ്റെ തലയിൽ മാത്രമാണോ നോക്കേണ്ടത്? വഴിനീളെ നോക്കുന്ന ഈ ക്യാമറ കണ്ണുകളുടെ നിന്ന് ഇവരെ പിടിക്കുവാനെന്ന ഇന്നലെ തന്നെ എത്രവരെ പിടിച്ചു? ഇന്നും ഒരുപാട് വരെ പിടിച്ചു എന്ന് പറയുന്നു. എന്തായാലും ഈ ലഹരിക്കെതിരെ നമുക്ക് ഒറ്റക്കെട്ടാവണം. ഈ രാജ്യത്ത് ലഹരി ഉപയോഗിക്കുന്നവർക്ക് ലോൺ കിട്ടരുത്,
അതുപോലെ തന്നെ ലഹരി ഉപയ്ക്ക് അടിമയാകുന്നവർക്ക് വിദ്യാഭ്യാസത്തിന് ഉയരോട്ട് പഠിക്കാൻ കഴിയരുത്, ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് പ്രൊമോഷൻ കിട്ടരുത്. ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ വലിയ ഭരണപരമായ നടപടികളാണ് നമ്മുടെ മുന്നിൽ വേണ്ടത്.